പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. 1 സാമുവേൽ 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുവാൻ തുടങ്ങി. എന്നു മുതൽ. ഇവിടെ വചനം പറയാണ് അന്നു മുതൽ. എന്നു മുതലാണ്? ഈ പറയപ്പെട്ട രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സാവൂൾ രാജാവിനോടൊപ്പം ദാവീദ് കടന്നു വരുമ്പോൾ ദാവീദ് 10,000-ങ്ങളെ കൊന്നു, സാവൂൾ 1,000-ങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് മതിമറന്ന് പാട്ടുപാടി സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നത് കേട്ട അന്നു മുതൽ, അതായത് സാവൂളിൻ്റെ ഉള്ളിൽ ദാവീദിനോടുള്ള അസൂയ കടക്കുവാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇവിടെ പറയുകയാണ്, സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണമേ. ഒന്ന്, അസൂയയുടെ പരിണതഫലമായി ഇഷ്ടക്കേടിൻ്റെ പരിണതഫലമായി കോപത്തിൻ്റെ പരിണതഫലമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് മറ്റൊന്നുമല്ല, സംശയം. ഇന്ന് പല വ്യക്തികൾക്കും പലരെയും സംശയമാണ്. കുടുംബത്തിൽ പരസ്പരം സംശയം, മാതാപിതാക്കളെ മക്കൾക്ക് സംശയം, മക്കളെ മാതാപിതാക്കൾക്ക് സംശയം, അയൽവാസിയെ സംശയം. ഏത് മേഖലയിലേക്ക് നോക്കിയാലും ഇന്ന് സംശയദൃഷ്ടിയോടുകൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നവരായി പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും മാറിയിട്ടുണ്ടെങ്കിൽ, നാം മറ്റുള്ളവരെ സംശയത്തോടുകൂടെ കാണുകയും നോക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ദൈവത്തിനു മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്തു, എൻ്റെ ഉള്ളിൽ കുറേ തിന്മകൾ കിടപ്പുണ്ട്. അതായത് അസൂയയാകുന്ന ഏറ്റവും വലിയ തിന്മയിൽ നിന്നും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോപവും ഇഷ്ടക്കേടും, അതുപോലെ തന്നെ അടുത്തതായിട്ട് സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുക. ഒരു വ്യക്തി സംശയദൃഷ്ടിയോടുകൂടെയൊക്കെ വീക്ഷിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ തിന്മ കടന്നിട്ടാണ്. അസൂയ എന്ന തിന്മ. അതായത് ഒരു വീട്ടിൽ അയൽപക്കംകാരന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അയൽപക്കത്തെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത അയൽപക്കംകാരൻ ഇങ്ങനെ സംശയത്തോടുകൂടി വീക്ഷിക്കും. എന്തിനാണ് അങ്ങോട്ട് പോയത്? സംശയദൃഷ്ടിയോടുകൂടി നോക്കും. അവരുമായിട്ട് യാതൊരു ബന്ധത്തിനും അങ്ങോട്ട് കടക്കാതിരിക്കുവാണെങ്കിൽ ഇവന് വലിയ സന്തോഷമാണ്. അടുത്ത സ്വന്തം വീട്ടിൽ പോലും പോകുമ്പോൾ പോലും അവരെ സംശയദൃഷ്ടിയോടുകൂടെ നോക്കുന്നവരുണ്ട്. സ്വന്തം ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ജ്യേഷ്ഠൻ അനുജന്മാരാണ്. അനുജൻ്റെ തറവാടെടുത്തേക്ക് വരിക്കാം. ജ്യേഷ്ഠനും ജ്യേഷ്ഠതയും അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ജ്യേഷ്ഠൻ്റെ മക്കളോ ഈ പറയപ്പെട്ട തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ പോലും ഈ സ്വന്തം കുടുംബത്തിലേക്കൊരു വ്യക്തി ചെല്ലുമ്പോൾ സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുന്ന വ്യക്തികൾ പോലും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാര്യം മറക്കരുത്. ദൈവത്തിനു മുമ്പിൽ ലോകത്തിലുള്ള അനേകം വ്യക്തികൾക്ക് വേണ്ടിയിട്ടും പല മേഖലകൾക്ക് വേണ്ടിയിട്ടും കൈപിടിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ പോലും സംശയദൃഷ്ടിയോടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നു. വചനപ്രഘോഷണ മേഖലയിൽ പോലും, വചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തികളുടെ ഇടയിൽ പോലും സംശയദൃഷ്ടിയോടുകൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നു. നേതൃത്വ നിരയിൽ നിന്ന് കൂടെ നിൽക്കുന്ന വ്യക്തികളെ സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുന്ന അനേകം വ്യക്തികളുണ്ട്.
ഇത്തരത്തിലുള്ള മനോഭാവമൊന്നും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കില്ലായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനോഭാവം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ യേശു പഠിപ്പിച്ച വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയദൃഷ്ടിയോടുകൂടെ മറ്റുള്ളവരെ നോക്കുന്ന വ്യക്തിയാണ്. സംശയദൃഷ്ടിയോടുകൂടെ മറ്റുള്ളവരെ നോക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കണമേ, അസൂയയും ഇഷ്ടക്കേടും കോപവും എല്ലാം ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ ഞാൻ സംശയത്തോടുകൂടെ വീക്ഷിക്കുന്നത്. സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുക. അങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ വീക്ഷിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തിരിച്ചറിയണമേ, അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അസൂയ വന്ന് കയറിയപ്പോൾ തന്നെ കൃപയ്ക്ക് തടസ്സമായി. ആ കൃപയുടെ തടസ്സത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് അടുത്തതായിട്ട് ഇഷ്ടക്കേടുണ്ടാകുന്നത്. അപ്പോൾ അല്പസ്വല്പമെങ്ങാനും കൃപയുടെ അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ അതും മാറി കോപവും കൂടെയായി. ഇപ്പോൾ ഇവിടെ തിന്മ വലിയ കാർമേഘം പോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിറയുകയാണ്. ഏത് വ്യക്തിയുമായിക്കോട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ സംശയദൃഷ്ടിയോടുകൂടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സംശയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമാകുന്ന അസൂയ എന്ന ആ വിത്തിനെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ബാക്കിയുള്ളതെല്ലാം പുറത്തു പൊക്കോളും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. സാവൂളിൻ്റെ ജീവിതത്തിൽ അസൂയയുടെ പരിണതഫലമായി ഇഷ്ടക്കേടും കോപവും സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുകയും ചെയ്യുന്നൊരു സാവൂള് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ സംശയദൃഷ്ടിയോടുകൂടെ വീക്ഷിക്കുന്ന മനോഭാവമുണ്ട്. ഞങ്ങളുടെ സ്വഭാവത്തിലും മനോഭാവത്തിലും കർത്താവെ ഇവിടുന്ന് മാറ്റം നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.